ദേ ഓണം വന്നെത്തിയില്ലേ. അപ്പോൾ ഓണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം വരുന്ന സദ്യയിലെ പ്രഥമന്മാരാണ് അച്ചാറുകളാണല്ലേ. അച്ചാറിൽ തലയെടുപ്പുള്ളത് ഇഞ്ചിക്കറിക്ക്. ഇഞ്ചിക്കറിയിലെ ഒരു വൈവിധ്യക്കാരനായ പുളിയിഞ്ചിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഓണമായിട്ട് എല്ലാവരും റെസിപ്പീസൊക്കെ തയ്യാറാക്കി കാണും, അച്ചാറൊക്കെ നേരത്തെ തന്നെ. പക്ഷേ ഇനിയുണ്ടല്ലോ ഓണം, 3 കൂടെ, 3 അല്ല 4 നാളെ ഉൾപ്പെടെ. അപ്പോൾ നമുക്ക് റെഡിയാക്കാൻ പറ്റിയൊരു അടിപൊളി ഈസി റെസിപ്പിയാണ് ഇതങ്ങോട്ട്. പെട്ടെന്ന് തലയെടുപ്പുള്ള ഒരു റെസിപ്പി ആണെങ്കിലും നമ്മളോട് നന്നായിട്ട് പെട്ടെന്ന് സഹകരിക്കുന്ന ഒരാളാണ് ഈ പുളിയിഞ്ചി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ആദ്യം ഒരു നാരങ്ങ വലിപ്പത്തുള്ള പുളി പിഴിഞ്ഞ് വെച്ചതിന് ശേഷം പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചാലുണ്ടല്ലോ ഈ കുനുകുനാ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി കുട്ടന്മാർ ഇതിലേക്ക് എടുത്തിട്ട് ചാട്ടമാണ്. പിന്നെ ഇളക്കലായി, മറിക്കലായി, തിക്കായി, തിരക്കായി, അതിനകത്ത് ആകെ ഒരു ബഹളമയമാണ് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്താൽ ഉഷാറായി, അടിപൊളിയായിട്ട് അവർ രണ്ടും കൂടെ കൂട്ടുകൂടി അങ്ങോട്ട് വർത്താനം പറയാൻ തുടങ്ങും. പിന്നെ അങ്ങോട്ട് ഇളക്കി മറിച്ച് കൊടുത്താൽ ഇവർക്ക് അവിടെ കിടന്ന് വർത്താനം പറഞ്ഞ് ഇങ്ങനെ പൊട്ടിച്ചിരിച്ച് അവരിങ്ങനെ റെഡിയാവുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര പാനി റെഡിയാക്കി എടുക്കാം. അപ്പോഴത്തേനും ഇവർ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവും. അവരൊരു വശത്തേക്ക് ഒതുക്കി വെച്ചതിന് ശേഷം എന്താ ചെയ്യുക, നമുക്കിതിലേക്ക് ചേർക്കുന്ന പൊടി ഐറ്റംസായ മഞ്ഞൾപ്പൊടിയും അതുപോലെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് ഇവരെ കൂടെ നന്നായിട്ട് ഇളക്കി ചേർക്കണം. പക്ഷേ ഇവർക്ക് അങ്ങോട്ട് ഒരുമിച്ച് ചേരാൻ ഒരു ഭയങ്കര മടി പോലെ കാണുന്നില്ലേ നിങ്ങൾ, ഭയങ്കര എന്തോ ഒരു പിണക്കം പോലെ. അപ്പോൾ ഇവരിലേക്ക് കുറച്ച് നമ്മുടെ ഈ ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുത്താൽ ആ മധുരത്തിൽ ഇങ്ങനെ അവർ മുങ്ങിപ്പോവും. നമ്മളിതേ നേരത്തെ റെഡിയാക്കി വെച്ച ആ പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ചാലുണ്ടല്ലോ അവരെല്ലാം കൂടെ ചേർന്ന് ആ ഉപ്പും ആവശ്യത്തിനുള്ള കായവും പിന്നെ ഒരു ലേശം ഉലുവാപ്പൊടിയും കൂടി ആയാൽ സാധനം റെഡി. അവരെല്ലാവരും കൂട്ടുകൂടി അടിപൊളി സ്വാദിഷ്ടമായ പുളിയിഞ്ചി റെഡിയായി കിട്ടും നമുക്ക്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് കുറുകി പാകത്തിന് എണ്ണ തെളിഞ്ഞ് വരുന്ന ആ ഒരു പരുവം വരെ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കണം. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിനിടയിൽ നമ്മൾ ഈ പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിക്കറിയൊക്കെ പായസം കഴിച്ചതിന് ശേഷം ഒന്ന് തൊട്ട് വയ്ക്കുന്ന, നാക്കിൽ തൊട്ട് സ്വാദ് നോക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അതൊരു ഇതാണ് നമ്മുടെ എന്താണ് തിരുവനന്തപുരംകാരുടെ ഇടയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മറ്റ് ജില്ലക്കാരുടെ ഇതൊന്നും എനിക്കറിയില്ല. ലേശം നമുക്കതിൽ കടുക് വറുത്തുകൂടെ ഇട്ട് കൊടുത്താൽ അടിപൊളി, നല്ല അടിപൊളി തലയെടുപ്പുള്ള നമ്മുടെ പുളിയിഞ്ചി റെഡിയായി കഴിയും കേട്ടോ. ടേസ്റ്റിയാണ്, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതേ നമ്മുടെ റെസിപ്പീസിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഇൻഗ്രീഡിയൻസും മെഷർമെൻറ്റും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വേഗം പോയി റെഡിയാക്കി നോക്കണം. ഒന്നാം ഓണത്തിന് ചെയ്യാൻ പറ്റാത്തവർക്ക് പിന്നെയുണ്ട് ദിവസങ്ങൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ഹാപ്പി ഓണം.